യഹോവയുടെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്തിനാണ് ദൈവത്തെ ആരാധിക്കുന്നത്? പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം ഈജിപ്തിലെ അടിമത്തത്തിലായിരുന്നപ്പോൾ ദൈവം മോശയെ പ്രത്യേകം തിരഞ്ഞെടുക്കുകയും മോശയോട് കൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇസ്രായേൽ ജനത്തെ മുഴുവൻ ഈജിപ്തിൽ നിന്ന് രക്ഷിക്കണം. എന്തിനു വേണ്ടിയാണ്? ദൈവത്തെ ആരാധിക്കാൻ. ഇസ്രായേൽ ജനതയുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതായിരുന്നു. പുതിയ നിയമ ഇസ്രായേൽ എന്ന് പറയുന്നത് സഭയാണ്. സഭയുടെയും ഏറ്റവും വലിയ ലക്ഷ്യം ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. അത് യുഗാന്ത്യത്തിൽ സ്വർഗത്തിൽ നിരന്തരം ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് സഭയുടെ സഭാമക്കളുടെ ഏറ്റവും വലിയ ആഗ്രഹം. എന്തിനാണ്, എന്തോർത്താണ് ദൈവത്തെ ആരാധിക്കുന്നത്? നമ്മുടെ പരിശുദ്ധ കുർബാനയിലെ നെസ്തോറിയസിൻ്റെ കൂദാശക്രമത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് എന്തിനാണ് പരിശുദ്ധ ത്രിത്വത്തെ നമ്മൾ ആരാധിക്കുന്നതെന്ന്. അതിങ്ങനെയാണ്: അങ്ങയ്ക്കും പിതാവിനും അങ്ങയുടെ ഏകജാതനും അങ്ങയുടെ പരിശുദ്ധാത്മാവിനും ഞങ്ങൾ നിരന്തരം സ്തുതി അർപ്പിക്കുന്നു. ഇനി കാരണം പറയുക. എന്തുകൊണ്ടെന്നാൽ സർവവും അങ്ങയുടെ പ്രവൃത്തിയാകുന്നു. സർവവും അങ്ങയുടെ പ്രവൃത്തിയാകുന്നു എന്ന് പറഞ്ഞാൽ എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാകുന്നു. ജെറമ്യാ പ്രവാചകനോട് ദൈവം പറയുന്നുണ്ട്, നീ നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിന്നെ അറിഞ്ഞു. അത് അനന്തതയിൽ അനാദിയിൽ തന്നെ ദൈവം ജെറമ്യാ പ്രവാചകനെ അറിഞ്ഞെങ്കിൽ നമ്മളെ ഓരോരുത്തരെയും അറിഞ്ഞു. എല്ലാം അവിടുത്തെ പദ്ധതിയുടെ ഭാഗമാണ്. അടുത്ത പ്രാർത്ഥന ഇങ്ങനെയാണ്: ഇല്ലായ്മയിൽ നിന്ന് അങ്ങ് ഞങ്ങളെ അസ്തിത്വത്തിലേക്ക് ആനയിക്കുകയും എല്ലാം ക്രമപ്പെടുത്തുകയും ചെയ്തു. ദൈവം ഈ ഭൂമിയിലെല്ലാം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ക്രമപ്പെടുത്തി ഒരുക്കി. എന്നിട്ട് ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മളെ ഈ അവസ്ഥയിലേക്ക് ജനിപ്പിച്ചു, നമ്മളെ സൃഷ്ടിച്ചു. ഈ സൃഷ്ടികർമ്മത്തെ ഓർത്ത്, ദൈവിക പദ്ധതിയെ ഓർത്താണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. ഞങ്ങൾ ഇടറി വീഴുകയും ക്ഷയിക്കുകയും ചെയ്തപ്പോൾ, ഇത് ആദത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ആദം പാപം ചെയ്തപ്പോൾ, അവൻ വീണപ്പോൾ, എൻ്റെ ജീവിതം വരുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജനനം കഴിഞ്ഞ് ഞാൻ വളർന്നു തുടങ്ങിയപ്പോൾ, എൻ്റെ ജീവിതത്തിൽ പാപം ചെയ്ത് ഞാൻ ഇടറി വീണപ്പോൾ അങ്ങ് ഞങ്ങളെ എഴുന്നേൽപ്പിക്കുകയും നവീകരിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്തു. ഈ പാപത്തിൻ്റെ വീഴ്ചയിൽ നിന്ന് ഈശോ വന്ന് തൻ്റെ രക്തം ചിന്തി നമ്മളെ രക്ഷിച്ചു. അളവറ്റ കരുതലോടെ ഞങ്ങളെ സന്ദർശിക്കുന്നതിൽ നിന്ന് അങ്ങ് വിരമിച്ചില്ല. ഇന്ന് ഈശോ തന്ന ആ രക്ഷ നമുക്ക് ലഭിക്കുന്നത് കൂദാശകളിലൂടെയാണ്. ഇന്ന് ഈശോ നമ്മളെ സന്ദർശിക്കുന്നത് കൂദാശകളിലൂടെയാണ്. അപ്പോൾ ഇന്ന് നമ്മളെ ഈ ലോകത്ത് പരിപാലിക്കുന്നതിന് ദൈവത്തിന് നമ്മൾ ആരാധന അർപ്പിക്കുകയാണ്. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്: അങ്ങയുടെ കരുണയാൽ ഞങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തുകയും വരുവാനുള്ള രാജ്യം ഞങ്ങൾക്ക് നൽകുകയും ചെയ്തു. അപ്പോൾ ഈ സ്വർഗത്തിൻ്റെ വാതിലുകൾ, അടയ്ക്കപ്പെട്ട പറുദീസായുടെ വാതിലുകൾ അവിടുന്ന് തുറന്നു. സ്വർഗത്തിലേക്ക് അവിടുന്ന് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തിനാണ് ദൈവത്തിന് ആരാധന അർപ്പിക്കുന്നത്? നമ്മളെക്കുറിച്ച് ഒരു പദ്ധതി ഉണ്ടാക്കിയതിന്, ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം ക്രമപ്പെടുത്തി അവിടുന്ന് നമ്മളെ സൃഷ്ടിച്ചതിന്, പാപം ചെയ്തപ്പോൾ, നമ്മൾ വീണ് കിടന്നപ്പോൾ ഈശോ വന്ന് നമ്മെ എഴുന്നേൽപ്പിച്ച് നമ്മളെ രക്ഷിച്ചതിന്, ഇന്ന് ഈശോ നമ്മളെ കൂദാശകളിലൂടെ നിരന്തരം സന്ദർശിച്ചു കൊണ്ടിരിക്കുന്നതിന്, നമ്മളെ സ്വർഗത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നതിന്, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് നോക്കുമ്പോഴും ഇതെല്ലാം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഈ അനുഭവത്തെ ഓർത്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടതിനെ ഓർത്തുകൊണ്ട് ദൈവത്തിന് നമുക്ക് നിരന്തരം ആരാധന അർപ്പിക്കാം.